ഹലോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും UPSC എസെൻഷ്യലിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്നുള്ളതിന്റെ ഒരു ജനറൽ ഐഡിയ ഹിസ്റ്റോറിക്കലി എങ്ങനെ ഡെവലപ്പ് ചെയ്തു. അതുപോലെ UPSC എസെൻഷ്യൽസ് എന്ന് പറയുന്ന നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ തീർച്ചയായിട്ടും ലഭിക്കുന്ന ഫ്രീ നോട്ട്സ്, ഫ്രീ ഗൈഡൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അടുത്തൊരു വീഡിയോയുടെ ഭാഗമായിട്ട് എന്താണ് ഈ സിവിൽ സർവീസ് എക്സാമിനേഷന്റെ സ്റ്റേജുകൾ എന്നുള്ളതും അതിൽ പ്രിലിമിനറി എക്സാമിനേഷന്റെ സിഗ്നിഫിക്കൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. സോ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ 3 സ്റ്റേജുകളാണ് വരുന്നത്. ആദ്യത്തേത് പ്രിലിമിനറി, രണ്ടാമത്തേത് മെയിൻ എക്സാമിനേഷൻ, മൂന്നാമത്തേത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അപ്പൊ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ ഇറ്റ് വാസ് എൻ എൻട്രൻസ് എക്സാമിനേഷൻ, ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ് കാര്യം. ഒരു 10 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ഒരു എൻട്രൻസ് എലിമിനേഷൻ റൗണ്ട് ആണ് പ്രിലിമിനറി എക്സാമിനേഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിൽ പാസ്സാക്കുന്ന ആൾക്കാരാണ് മെയിൻ റൗണ്ടിലോട്ട് എത്താൻ വേണ്ടി പോകുന്നത്. ഈ മെയിനിന്റെയും പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെയും മാർക്കുകളാണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിലോട്ട് നിങ്ങളെ എത്തിക്കുന്ന കാര്യം. സോ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത് പ്രിലിംസിന്റെ മാർക്ക് കൂട്ടത്തില്ല, മെയിൻസിന്റെയും പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെയും മാർക്ക് നമുക്ക് ആവശ്യമുണ്ട് താനും. മെയിൻസിനെ കുറിച്ചും പേഴ്സണാലിറ്റി ടെസ്റ്റിനെ കുറിച്ചും നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഡിസ്കഷൻ നടത്താം. അപ്പൊ ഇവിടെ പറയുന്നത് വാട്ട് ഈസ് ദിസ് പ്രിലിമിനറി എക്സാമിനേഷൻ, അതിന്റെ സിലബസ് എന്തൊക്കെയാണ്, മാർക്കുകൾ എത്രയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. സോ എല്ലാവരും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇരിക്കുക. നമുക്കിവിടെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ്, പ്രിലിംസ് എക്സാമിനേഷൻ സൺഡേ നടക്കുള്ളൂ. ഒരു ഞായറാഴ്ചയാണ് എക്സാമിനേഷൻ നടക്കുക. എന്തുകൊണ്ടാന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ സൺഡേ നമുക്ക് മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്, രാവിലെ എക്സാമിനേഷൻ ഉണ്ട്. അതായത് 9:30 മുതൽക്ക് 11:30 വരെയുള്ള ഒരു 2 മണിക്കൂറിന്റെ എക്സാമിനേഷൻ ഉണ്ട്. അതാണ് ഇത്. ഉച്ചക്ക് 2:30 മുതൽക്ക് 4:30 വരേക്കുള്ള ഒരു എക്സാമിനേഷൻ ഉണ്ട്. അതാണ് ഈ രണ്ടാമത്തെ എക്സാമിനേഷൻ, CSAT എന്ന് വിളിക്കുന്ന സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഒന്നാമത്തെ ടെസ്റ്റിന് വിളിക്കുന്ന പേരാണ് ജനറൽ സ്റ്റഡീസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ GS എന്ന് വിളിക്കുന്ന പേപ്പർ 1, GS1 എന്ന് വിളിക്കും. ഇതിനെ പൊതുവെ GS2 എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ CSAT എന്നാണ് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ജനറൽ സ്റ്റഡീസ് ആണ്, ഇത് CSAT ആണെന്നുള്ള കാര്യം ബേസിക്കലി അറിഞ്ഞിരിക്കുക. ഈ GS നമുക്ക് പഠിക്കാനുള്ളത് 7 ടോപ്പിക്കുകളാണ്. ഒന്ന് നമുക്ക് ഇവിടെ കറണ്ട് ഇവന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനത് വേറെ രീതിയിൽ പറഞ്ഞുതരാം. ഒന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യൻ ഹിസ്റ്ററി, നമ്മൾ സ്കൂൾ കാലഘട്ടം മുതൽക്ക് പഠിച്ചു വരുന്ന ഒന്നാണ്. ദെൻ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഫ്രീഡം മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, മോഡേൺ ഇന്ത്യ. അപ്പൊ അത് നിങ്ങളുടെ സിലബസിൽ ആസ് സച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. രണ്ടാമത്തത് ഇന്ത്യൻ ആൻഡ് വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, വേൾഡ് ജോഗ്രഫി ഉണ്ട്. ഇതൊക്കെ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ചു വരുന്നതാ. അതുകൊണ്ടാണ് എപ്പോഴും പറയാറുള്ളത് NCERTs വായിച്ചു തുടങ്ങുന്നതായിരിക്കും ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നുള്ളത്. ആ കാര്യം ഒന്ന് ബേസിക്കലി മനസ്സിലാക്കി വെക്കുക. ദെൻ ഗവേണൻസ് ആൻഡ് ഇന്ത്യൻ പോളിറ്റി, അതായത് നമ്മളുടെ പൊളിറ്റിക്സ് അല്ല, പോളിറ്റി എന്ന് പറയുന്ന നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അടിസ്ഥാനത്തിൽ ഭരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അതാണ് ഗവേണൻസും പൊളിറ്റിയിലും വരുന്നത്. അതിൽ നമ്മൾ എന്താണ് പാർലമെന്റ്, എന്താണ് ജുഡീഷ്യറി, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കാണ്. ദെൻ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ഇത് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമെങ്കിലും നമ്മൾ പൊതുവെ ഇതിനെ മനസ്സിലാക്കുന്ന ഒരു രീതി ഇന്ത്യൻ ഇക്കണോമി എന്ന രീതിയിൽ. നമ്മൾ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് പല ക്ലാസ്സുകളിലായിട്ട് പഠിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇന്ത്യൻ ഇക്കണോമി, അതിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ബേസിക് കോൺസെപ്റ്റ് ഓഫ് എക്കണോമിയും അതുപോലെ കറന്റ്ലി എന്ത് നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ദെൻ ജനറൽ ഇഷ്യൂസ് ഓൺ ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റ് എക്കോളജി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇതിന് നമ്മൾ പൊതുവെ പറയുന്ന മറ്റൊരു പേര് എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി എന്ന രീതിയിലാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പരീക്ഷയ്ക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ജനറൽ സയൻസ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളത്, സയൻസ് ആൻഡ് ലേറ്റസ്റ്റ് ടെക്നോളജി എന്നുള്ളത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മുടെ റീസെന്റ് നടക്കുന്ന ഒരുപാട് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ് AI ടെക്നോളജി. അപ്പൊ അതിന്റെ അപ്ലിക്കേഷൻ എന്ത്, കോൺസെപ്റ്റ് എന്ത്, ഇംപ്ലിക്കേഷൻസ് എന്ത്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനത്തെ ചില ടോപ്പിക്കുകളാണ് വരുന്നത്. അപ്പൊ 6 ഇതിന്റെയൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഈ 7ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇവിടെ കറണ്ട് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഹിസ്റ്ററിയിൽ നിന്നും കറണ്ട് അഫയേഴ്സിന്റെ ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, ജോഗ്രഫിന്ന് ചോദിക്കാറുണ്ട്, പൊളിറ്റിന്ന് ചോദിക്കാറുണ്ട്, ദെൻ എക്കണോമിന്ന് ചോദിക്കാറുണ്ട്, എക്കോളജിയും ചോദിക്കാറുണ്ട്, സയൻസ് ആൻഡ് ടെക്നും ചോദിക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സിലബസിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്. ഇത് നിങ്ങൾ പഠിക്കേണ്ടത് NCERT ആണ്.
ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ UPSCയുടെ ഏതെങ്കിലും ഫൗണ്ടേഷൻ കോഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഐഡിയ കിട്ടാനും നല്ലൊരു സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഇത് രാവിലത്തെ എക്സാമിനേഷൻ ആണെങ്കിൽ ഉച്ചക്കത്തെ എക്സാമിനേഷൻ ആണ് സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ആപ്റ്റിറ്റ്യൂഡാ പറയുന്നത്, നമ്മുടെ അഭിരുചി അറിയാൻ വേണ്ടി. ഇതിൽ നമുക്ക് ഇവിടെ സിലബസ് ഒന്ന് വായിച്ചു നോക്കാം. കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞ ഒരു പാരഗ്രാഫ് തന്നിട്ട് നമുക്കത് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കാണ്, കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. Then communication and interpersonal skill, analytical ability, logical thinking, problem solving, decision making, general mental ability, basic numeracy, interpretation of data. ഇതില് നമുക്ക് മൂന്നായിട്ട് ബേസിക്കലി തരംതിരിക്കാം. ഇത്രയും പേരുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും സിലബസിൽ നമുക്ക് ഇതിനെ മൂന്നായിട്ട് സിംപ്ലിഫൈ ചെയ്യേണ്ടി പറ്റും. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരു പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫിൽ നിന്നുള്ള ഒരു ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം. അത് പല വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് UPSCയിൽ കാണാൻ വേണ്ടി പറ്റും. പല ഈസി ടൈപ്പ് ഉണ്ടാകും, മീഡിയം ടൈപ്പ് ഉണ്ടാകും, ടഫ് മോഡ് ഉണ്ടാകും, പലതുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് പേടിയുള്ള ആൾക്കാർ സർ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന സമയത്ത്, ഈ UPSCക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇംഗ്ലീഷിൽ അത്യാവശ്യം നല്ല കഴിവുള്ളവരായിട്ട് ഓട്ടോമാറ്റിക്കലി മാറും എന്നുള്ളതാണ്. അതിനുള്ള കാര്യങ്ങളാണ് ഫൗണ്ടേഷൻ പോലുള്ള കോഴ്സുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ദെൻ അപ്പൊ ഒന്ന് ഇംഗ്ലീഷ് ആണെങ്കിൽ മറ്റൊന്ന് പറയുന്നത് നമ്മുടെ റീസണിങ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് വരും. മാത്സിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്, അതായത് ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻ, കോഡിങ് ആൻഡ് ഡീകോഡിങ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്ന റീസണിങ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, മാത്തമാറ്റിക്സിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന റീജിയൻസ്. അപ്പൊ മാത്സിന്റെ കാര്യങ്ങൾ അതിൽ വരും, അലോങ് വിത്ത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് സിലബസ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ മാത്സ് പേടിയുള്ളവര്, ഇംഗ്ലീഷ് പേടിയുള്ളവര്, നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിനേഷൻ പറ്റില്ല എന്ന് വിചാരിച്ച് പിന്നോട്ട് നിൽക്കുകയല്ല വേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാത്സോ ഒന്നും അറിയാതിരുന്ന ആൾക്കാർ പോലും സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിന് അവർ കൊടുത്തിട്ടുള്ള സ്മാർട്ട് സ്ട്രാറ്റജികൾ ഉണ്ട്. അപ്പൊ എല്ലാ പ്രോബ്ലത്തിനും ചില സൊല്യൂഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ വേണം അത് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ, നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട്. അതുകൊണ്ടാണ് പറയുന്നത്, സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ട്, കഴിവുകളെ ഇംപ്രൂവ് ചെയ്യാനാണ് ആക്ച്വലി സിലബസും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത്. അത് ഇംപ്രൂവ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് എത്തുന്നുണ്ടോ, ഡെഫിനറ്റ്ലി റാങ്ക് ലിസ്റ്റിലും എത്തുന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അപ്പൊ രാവിലെ നടക്കുന്ന ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, അതിൽ നമുക്ക് 100 ക്വസ്റ്റ്യൻസ് വിൽ ബി ദർ. ഇത് 100 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻസിനും 2 മാർക്കാണ് വരുന്നത്. ആൻഡ് 200 മാർക്സ് ആണ് ടോട്ടലി വരുന്നത്. ഓക്കെ, 200 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ രാവിലെ ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7 സബ്ജക്റ്റുകൾ അടങ്ങുന്ന ഒരു കാര്യം. ഇനി പേപ്പർ 2, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 എന്ന് പറയുന്ന CSAT അവിടെ 80 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക കേട്ടോ. 80 ക്വസ്റ്റ്യൻസ് ഇൻറ്റു 2.5 മാർക്സ്. 2.5 മാർക്സ് ആണ് വരുന്നത്. അതായത് ഒന്നിന് 2.5 മാർക്ക് വരും. 200 മാർക്സ് തന്നെയാണ് വരുന്നത്. പക്ഷെ ഇതിലൊരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ ഇതിൽ 33% മാർക്ക് മാത്രം കിട്ടിയാൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 66.67 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ ഔട്ട് ഓഫ് 200 നിങ്ങൾ ഇതിൽ ക്വാളിഫൈ ചെയ്യപ്പെടും. അതുകൊണ്ട് ഇതിന് ക്വാളിഫയിങ് പേപ്പർ എന്നാ പറയാം. അതായത് ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ പ്രാവശ്യം ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ഓരോ പ്രാവശ്യം ഡിമാൻഡ് ചെയ്യുന്ന കട്ട് ഓഫ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് 100 ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മാർക്ക് 99 ആണ്, നിങ്ങൾ ക്വാളിഫൈ ചെയ്യില്ല. 101 ആണ്, നിങ്ങൾ ക്വാളിഫൈ ചെയ്യും. പക്ഷേ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 200-ൽ 90 മാർക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയും എനിക്ക് 90 മാർക്ക് ഉണ്ട്. അവൻ പറയാം എനിക്ക് 120 മാർക്ക് ഉണ്ട്. ഒരു കാര്യമില്ല, നിങ്ങൾക്ക് 66 മാർക്ക് ഉണ്ടോ, യു ആർ ക്വാളിഫൈഡ്, നിങ്ങൾ ക്വാളിഫൈ ചെയ്തു. നിങ്ങൾക്ക് അതേ സമയത്ത് 45 മാർക്കേ ഉള്ളൂ, യു ആർ നോട്ട് ക്വാളിഫൈഡ്. അപ്പൊ 66 മാർക്ക് എത്തണം എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ കൂടിയാണ് കേട്ടോ. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് എന്താണ് UPSC പ്രിലിംസ് എക്സാമിനേഷൻ, അതിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്, അതിന്റെ സിലബസ് എവിടുന്ന് ഏതൊക്കെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാൻ ഈ വീഡിയോ സഹായിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. മാർക്കിംഗ് സിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് വിലപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.